പയ്യനായിരുന്നു സാറേ എന്ന് പ്രപ്പോസ് ചെയ്ത വിദ്യം. അവനും അവന്റെ പപ്പായും അമ്മായും അന്ന് ഇതുപോലെ സാറയെ വന്ന് കണ്ട് സന്തോഷത്തോടെയെല്ലാം തീരുമാനിച്ചതാ. കെട്ട് കഴിഞ്ഞാൽ അവളെ ഞങ്ങളെയൊക്കെ കൊണ്ടുപോവാൻ വിസയ്ക്കും കൂടി ഏർപ്പാടാക്കിട്ട് വന്നതാ വിദ്യം. ഒടുക്ക എന്തായി? എല്ലാം സ്പോയിലായില്ലേ. അവിടെ കെട്ടും നടന്നില്ല, ഞങ്ങളുടെ പോക്കും നടന്നില്ല. അതൊക്കെ ഞങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ. നമ്മുടെ കമ്മ്യൂണിറ്റിയില് അതറിയാത്തവരാരല്ലേ? ഗ്രിഗോറിയോസ് ഗിർഗറി എന്ന സമുദായ പ്രമാണി ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്ന് നിലംപരിശായ കഥ. അന്നു മുതലേ അതിന്റെ നാണക്കേടും സഹിച്ചുകൊണ്ട് ജീവിക്കുക ഞാൻ. പിന്നെ വിചാരിച്ചു, ഈ മരിയയുടെ ഹസ്ബൻഡ് ജെന്നിഫറിന്റെ പപ്പ ഷിപ്പിൽ ജോലി ഉണ്ടായിരുന്ന ഡെറിക്ക്, അയാൾ അങ്ങ് ഇസ്രയേലെത്തിയാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്ന്. അയാൾക്കാണെങ്കിൽ അങ്ങനെ ഒരു വിചാരമൊട്ടുണ്ടായില്ല. കള്ള് കുടിച്ച് കരളും പോയി 38ാമത്തെ വയസ്സിൽ കഥ തീർന്നു. പിന്നെ എന്തൊക്കെ ഓഫറുമായിട്ട് വന്നതാ റീത്തയുടെ ഹസ്ബൻഡ്. അപ്പോഴും കരുതി ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോവാന്ന്. ആ പ്രോമിസ് ലാൻഡിലെ മണ്ണ് ചുംബിച്ച് മരിക്കാമെന്നൊക്കെ. ബട്ട് ഹി വാസ് എ ചീറ്റ്. പോയവൻ പിന്നെ തിരിച്ചു വന്നില്ല. അവിടെ വേറൊരു പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കുക. എന്നെങ്കിലും ആ മണ്ണിൽ കാല് ചവിട്ടാനിടയായാൽ അവരെ കണ്ടുപിടിച്ച് ചെള്ളയ്ക്ക് 4 പൊട്ടീര് പൊട്ടിക്കണം. ഇനി പ്രതീക്ഷ മുഴുവൻ ഇവളില. 3 പെൺമക്കളുണ്ടായിട്ടും സാധിക്കാഞ്ഞത് ഗ്രാൻഡ് ഡാറ്ററിലൂടെ സാധിക്കണം. ഇവളെ പ്രപ്പോസ് ചെയ്യാൻ വരണത് ആരായാലും ഞങ്ങളെ കൂടെ കൊണ്ടുപോകാൻ ഉറപ്പ് തന്നാലേ ഈ ഗിർഗറി സമ്മതിക്കൂ. ഇത് അവസാനത്തെ കച്ചിത്തുരുമ്പ. അതറിഞ്ഞുകൊണ്ടാണ് അവൻ എഴുതിയത്. ഞങ്ങൾ ഇസ്രായേലിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഇവിടെ വന്നൊന്ന് സംസാരിച്ച് ഫിക്സ് ചെയ്യാൻ. ഇഷാക്കും മിടുക്കനാ. എനിക്കിഷ്ടമാണ് അവനെ. പോയിട്ട് 3-4 കൊല്ലമല്ലേ ആയുള്ളൂ. അപ്പോഴേക്കെന്തേ പപ്പായേയും അമ്മായേയും കൊണ്ടുപോണു. നല്ല ജോലിയുമായവന്. ഞങ്ങൾ അവിടെ ചെന്നൊന്ന് സെറ്റിലായിട്ട് ഒരു 5-6 മാസത്തിനകം നിങ്ങൾക്കൊക്കെയുള്ള വിസയുമായിട്ട് അവൻ വരും. നിങ്ങൾ അവിടെ വന്ന് അവിടെ വെച്ച് നടത്താം നമുക്ക് ഈ മാരേജ്. ഓഹോ, സന്തോഷം സന്തോഷം. ഇനി ഒന്നും പറയണ്ട. സന്തോഷം കൊണ്ട് ഈ റൂപത്തിൽ ഞാനെങ്കിൽ മേലോട്ട് പോകി ആകാശത്തേക്ക് പോവാൻ തോന്നുക. താങ്ക് യു റിച്ച, താങ്ക് യു. കാപ്പി കുടിക്ക്, കാപ്പി കുടിക്ക്. ശരി, ജെന്നിക്ക് ഞങ്ങളുടെ മകനെ ഇഷ്ടമാണോന്നറിയണ്ടേ? ജെന്നിയൊന്നും പറഞ്ഞില്ല. എന്തു പറയാൻ, അവക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ തന്നെ ഇഷാക്കിനേക്കാൾ യോഗ്യനായ ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വേറെ എവിടുന്നാവും കിട്ടുക? അവൾക്ക് സമ്മതമാണ്. ആ കളവന്റെയും ഭാവം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു ചാക്കിനകത്തിട്ട് കെട്ടിക്കൊണ്ട് പോകാൻ തോന്നും. അവരെന്തടി തവളപിടുത്തക്കാരോ നിന്നെ ചാക്കി കെട്ടിക്കൊണ്ടുപോവാൻ? മാനമര്യാദയ്ക്ക് പെണ്ണാലോചിച്ച് വന്നതല്ലേ, അതിന് നീ എന്താ എത്ര ചുണ്ടു പിടിക്കണേ? ഒരു പെണ്ണാലോചന. ഇഷാക്കല്ലേ പിശാശ്. വേറെ ആരും കണ്ടില്ല. ഐ ഹേറ്റ്. പണ്ടോട്ടാണ് നോട്ട അസ്ഥാനത്താ. അല്ല, മിനിഞ്ഞാന്ന് വരെ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടന്ന ചക്കനാണല്ലോ ഇഷാക്ക്. ഇസ്രായേലിൽ പോയപ്പോ അവന് ഇത്ര പെട്ടെന്ന് കേമനായ? എന്തായാലും ഇപ്പൊ കേമനാണല്ലോ, പിന്നെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, പക്ഷേ അതിന് വേറെ ആളെ നോക്കണം. എന്റെ ദൈവമേ, ആ ഇഷാക്കിന് എത്രയും പെട്ടെന്ന് നല്ല ബുദ്ധി തോന്നിപ്പിച്ച് ഈ ശല്യത്തിന്റെ പെട്ടിയെടുത്ത് ഇവിടെ ഇവിടുന്ന് കെട്ടിക്കണേ. ചൂട് ചായ ഇരിക്കണേ. ഉപ്പാപ്പോ, ഇഷാക്ക് ഇവിടെ കെട്ടിയ ഒറ്റയടിക്ക് 2 ബാധൊഴി. ഒന്ന്, ആ പരട്ടക്കളവൻ ഇവളുടെ ഗ്രിഗറി ഗ്രാൻഡ് പാ. പിന്നെ ഇല്ലാത്ത കള്ളക്കണക്ക് എഴുതി ഉപ്പാപ്പാടെ ചുമര് വൃത്തിയേടാക്കുന്ന ഗ്രിഗറി ഗ്രാൻഡ് പായുടെ ഗ്രാൻഡ് ഡോട്ടർ കിർകിറി. അതെ, കണ്ണുപോലെ കണ്ണിന് വില അറിയൂ. ഞാൻ പോയ കാശ് ഇടന്നേരം ഇവിടെ വേറൊരു ജെനിഫർ ഉണ്ടാവില്ല. നീ പോയാൽ ഞാൻ ഇന്റർനെറ്റ് വഴി Grigori.com കടം ചോദിക്കും. നീ ആ ഗ്രിഗറിയുടെ പോക്കറ്റിൽ നിന്ന്, അയാളുടെ പോക്കറ്റിൽ കോപ്പുണ്ടാവും, നീ ഇഷാക്കിന്റെ പോക്കറ്റിൽ നിന്ന് എന്താ കിട്ടണെന്ന് വെച്ചാ അതെടുത്ത് ഇസ്രായേൽ ഷെയ്ക്കിൽ മാറി ഡോളേഴ്സായിട്ട് അപ്പ പൈച്ചെന്നാ മതി. ഇവിടെ പൈസക്ക് ഭയങ്കര ടൈറ്റാടി. ആ പൈസ കിട്ടുമ്പോ ഈ ചെവരൊക്കെ ഒന്ന് വെള്ള വലിക്കണം. ആ നേരം കൊണ്ട് ചന്തയിൽ പോയി ഒരു വണ്ടി വലിക്ക്, എന്തെങ്കിലും കാശ് കിട്ടും. ഒഴിക്കണില്ലേ? ആ കുടിക്കായിരുന്ന നിങ്ങളൊക്കെ അനുഭവിക്കാൻ പോണേ ഉള്ളൂ. എടീ, കുടിച്ച ഗ്ലാസ് എഴുതി വെച്ചിട്ട് പോടി. ഒരു പെൺകുട്ടി കുടിച്ച ഗ്ലാസ് എഴുതി വെച്ചാലേ മാനം ഒടിഞ്ഞു പോകുന്നില്ല. സംഗതി നമ്മൾ കളിയാക്കണ്ടെങ്കിലും കഷ്ടമുള്ള കാര്യം പാവം. രാവിലെ റൂം എടുത്തപ്പോ രജിസ്റ്റർഡ് മാഡത്തിന്റെ പേര് മാറ്റി എഴുതിയാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചതാ. അപ്പോഴേക്ക് ആ റിസപ്ഷനിലെ പെൺകുട്ടി എക്സ്ക്യൂസ് മീ ആര്യാദേവിയല്ലേ മാഡം എന്നും പറഞ്ഞ് തിരിച്ചറിഞ്ഞില്ലേ? ആ പെൺകുട്ടിയോട് പ്രത്യേകം പറയണം, നമ്മളിവിടെ താമസിക്കുന്ന കാര്യം ആരും അറിയണ്ടാന്ന്. അനാവശ്യമായ ഫോൺ കോൾസും വിസിറ്റേഴ്സും ഒന്നും വേണ്ട. പൂജ ഇവിടെ? പൂജ അമ്മ, ഷീസ് വെരി നോട്ടി. നമ്മളിവിടെ ടൂർ വന്നതല്ല, അത് ഓർമ്മ വേണം മോക്ക്. ഐ എം സോറി അമ്മ. ഇറ്റ്സ് ഓക്കെ, കം.
ഒന്ന് നിന്നേ. ഇങ്ങനെയാണോ ഈ ഹോട്ടലിലെ രീതി? സോറി, ഞാൻ അറിയാതെ. എന്തോന്നറിയാതെ? ഇതിന്റെ ഉത്തരവാദപ്പെട്ട ഒരാളാന്ന് വെച്ചാ വിളിച്ചേ. അല്ല, ഇവിടുത്തെ സ്റ്റാഫിനും മാനേഴ്സിനും ഡിസിപ്ലിനും ഒന്നും ഇല്ലെന്ന് ചോദിക്കണമല്ലോ. ആ കുട്ടിക്കൊരു അബദ്ധം പറ്റിയതാവും. വിട്ടേക്ക് മാത്തച്ചയാ. ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഇന്ന് ഡ്രസ് എടുത്തിട്ടു. ഇക്കണക്കിന് റൂമിലിരിക്കുന്ന തിങ്സിനും ബാഗേജിനും ഒക്കെ എന്താ സെക്യൂരിറ്റി? വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളുള്ളതല്ലേ. സർ, ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല. ഇതൊരു അബദ്ധം. സോറി. സോറി പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല. സാധാരണ റൂം ക്ലീൻ ചെയ്യാൻ വരുമ്പോ ഒരു സൂപ്പർവൈസർ ഉണ്ടാകുമല്ലോ. എവിടെ? സർ, അവരറിഞ്ഞാ എന്റെ ജോലി പോവും. പോട്ടെ, അത് ഞങ്ങളെന്ത് വേണം? അവരെ വിളിച്ചിട്ട് എന്റെ കാര്യം. ലീവ് ഇറ്റ് മാത്തനങ്ങൾ. അബദ്ധം പറ്റിയാന്ന് ആ കുട്ടി പറഞ്ഞില്ലേ. ഡോണ്ട് ഹാരാസ് സർ. ഇറ്റ്സ് ഓക്കെ. എന്താ കുട്ടിയുടെ പേര്? ജെനിഫർ. നൈസ് നെയിം. സോറി മാഡം. ഇറ്റ്സ് ഓക്കെ. കുട്ടി പൊക്കോളൂ. ഓ, ചമ്മി എന്ന് പറഞ്ഞ ഇതുപോലൊരു ചമ്മൽ എന്റെ ലൈഫിൽ ഉണ്ടാവാനില്ല. ഇടയ്ക്കൊക്കെ ചമ്മണോണ്ട് കുഴപ്പമില്ല, അഹങ്കാരം കുറയൂന്നേ. അപ്പോഴത്തെ എന്റെ ഒരവസ്ഥ, ആ 9th ഫ്ലോറിൽ നിന്ന് ഒരൊറ്റ ചാട്ടം വെച്ചു കൊടുത്താലോന്ന് തോന്നി. ഇനി ചാടാൻ പോകുന്നതിന് മുമ്പ് നിന്റെ ക്യാഷ് ബാഗ് മാറ്റി വെച്ചേക്കണേ. വേറെ ആളെ കണ്ടുപിടിക്കുന്നവർ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും ജീവിക്കണ്ടേ. പോടാ, കോമ്പടിത്തലയാ. ആ സ്ത്രീ പിന്നെ നല്ല ഡീസന്റ് ആയിട്ട് തോന്നി. ഇയാൾ അറിയോ അവരെ? ഇയാളുടെ അച്ഛന്റെ പഴയ പാട്ടുകാരി, ഹിന്ദിയിൽ പാടിയിരുന്ന ആര്യദേവി. മോളും ഉണ്ട് കൂടെ. പിന്നെ മാനേജറെ പോലെ തോന്നുന്ന ഒരു കോന്തനും. അവരെന്തിനാ അവിടെ വന്ന് താമസിക്കുന്നത്? ആ, ഞാൻ ചോദിച്ചില്ല. ചോദിക്കണ്ട, അവരത്രക്ക് ഡീസന്റ് ഒന്നുമല്ല. ഇനി കണ്ടാ മിണ്ടാനും കിണുങ്ങാനൊന്നും പോണ്ട, മനസ്സിലായോ? അമ്മേ, അമ്മേ, ഈ അമ്മ അവിടെ പോയി കിടക്കണ്. ആ അമ്മേ, ആ രതി ഇവിടെ വന്നിരുന്നോ? ഹിന്ദി സിംഗർ ഇവള് പറഞ്ഞു. ആ നേരത്തെ ഞാനിവിടെ ഇല്ലാതെ പോയി, ഒന്ന് പരിചയപ്പെടായിരുന്നു. അമ്മ വാതിൽ തുറക്ക്. വരണോ? ഞാൻ ഈ സാരി ഒന്ന് എടുത്തു നോക്കുമായിരുന്നു. എങ്ങനെയുണ്ടടാ? അവര് തന്നതാ. എത്ര കൊല്ലായിട്ട് കണ്ടതാ, ഒരു ഗമയും കാണിച്ചില്ല. പോരാത്തതിന് 10,000 രൂപയും തന്നു. 10,000 രൂപ? ആ, ഇന്നത്തെ കാലത്ത് ഇത്ര നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടോന്നാ എന്റെ അതിശയം. എന്നിട്ടാ കാശ് അവിടെ? അത് ഞാൻ അലമാര വെച്ച് പൂട്ടി. തൽക്കാലത്ത് ചേട്ടനറിയണ്ട. ഉടനെ അവിടെ കടം വീട്ടാം, ഇവിടെ കടം വീട്ടാം, അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങി ചെലവാക്കും. ഞാനാണെങ്കിൽ ഒരു കീബോർഡ് വാങ്ങാൻ എന്താ മാർഗം കരുതി നടക്കായിരുന്നു. കീബോർഡ് വാങ്ങൂല, ഒരു മണ്ണാങ്കിട്ടിയും വാങ്ങൂല. ഈ വീട്ടിലൊരു ഫ്രിഡ്ജ് ഉണ്ടോ? ജ്യൂസ് അടിച്ചു കുടിക്കാൻ ഒരു മിക്സി ഉണ്ടോ? പിന്നെ എന്തൊക്കെ കാര്യങ്ങള്? ഈ കാശ് ഇൻസ്റ്റാൾമെന്റുകാരുടെ കൊടുത്ത ഒക്കെ അവര് വീട്ടിൽ കൊണ്ടുവന്നിടും. പിന്നെ പോരാത്തത് മാസാമാസം സച്ചിമോൻ അടച്ചോളും. അതെ, ആദ്യം നമ്മുടെ വായടയ്ക്കാം. ഫ്രിഡ്ജ് വാങ്ങും, മിക്സി വാങ്ങും, AC വേണ്ടേ? പിന്നെ എന്തൊക്കെയാ വേണ്ടത്? പോർച്ചിലിടാൻ ഒരു ഓപ്പലാഷ ക്യാറായാലോ? ഇങ്ങനെ നാണില്ലാത്ത ഒരമ്മ, ഒരു ഉളുപ്പില്ലാതെ അവരെ സൽക്കരിച്ച് എരന്ന് കാശ് വാങ്ങിട്ട് നിൽക്കുക. ഒന്ന് പോടാ അവിടുന്ന്. എരുന്നൊന്നുമില്ല, നിർബന്ധിച്ചു തന്നതാ ആര്യാദേവി. ആര്യാദേവി? ആരാ ഈ ആര്യദേവി? അറിഞ്ഞൂടെ അമ്മയ്ക്ക്? ഒക്കെ മറന്നോ? എന്ത്? ആൾക്കാർ ഓരോരോ കഥകൾ പറയണെന്നല്ലാതെ ഞാനിതൊന്നും വിശ്വസിച്ചിട്ടേ ഇല്ല. അവരൊരു പാവാടാ. പാവോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുമ്പ് പറഞ്ഞിരുന്നേ. കാശ് കണ്ടപ്പോഴേക്കും പ്ലേറ്റ് തിരിച്ചു വെച്ചതല്ല. ഇങ്ങനത്തെ എന്ത്? അലമാരിയിലേക്കണ കാശ് എടുക്കാൻ പറഞ്ഞിട്ടില്ല. കാശ് എടുക്കാൻ പണ്ട് മുതലേ വലിയ ധർമ്മിഷ്ഠയാണെന്ന് കേട്ടിട്ടുണ്ട്. കുറ്റബോധം കൂടുതലുള്ളവർക്ക് ദാനസ്വഭാവം കൂടും. അതിന് നാട്ടിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. അനാഥാലയത്തിൽ കഞ്ഞിവീഴ്ച നടത്താം, അമ്പലത്തിൽ അന്നദാനം ചെയ്യാം. എന്നിട്ടും തീരാത്ത പാപങ്ങളുണ്ടെങ്കിൽ കെട്ടിയിരിപ്പുള്ള കാശക്കെടുത്ത് വെണ്ടൂരുത്തി പാലത്തിന്റെ മോളിൽ നിന്ന് കായലിലേക്ക് ഒഴുക്കാം. റൂമിൽ കയറി ഒന്ന് അനാവശ്യം പറഞ്ഞു. ആരാതാൻ? ഞാൻ ആരാണെന്ന് പറയാം, പക്ഷെ അതിനുമുമ്പ് ഇയാൾ ആരാണാവോ? ആര്യാദേവി അന്തർജനത്തിന് വേളിവെച്ച ബോംബെക്കാരൻ ജീവിച്ചിരിപ്പിലാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ എർത്താ തലയിരിക്കുമ്പോ വാലാട്ടല്ലേ? തനിക്കിപ്പോ എന്താ വേണ്ടത്? പോലീസിനെ വിളിക്കണോ ഞാൻ? ഞാൻ പോടോ. അതെ, ദാ ഇതുപോലൊരു കെട്ട് എന്നിട്ട് ഈ ഹോട്ടലിന്റെ മോളിൽ നിന്ന് എടുത്തിടാൻ പറഞ്ഞ ചിലപ്പോ അതും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ഒരു ശരാശരി ഇന്ത്യൻ പൗരനാണ് ഞാൻ. അല്ലാതെ പിച്ചക്കാശിന് വേണ്ടി അഭിമാനം വിൽക്കാനൊന്നും ഈ സച്ചിദാനന്ദന് കിട്ടില്ല. അന്ന് ദാദർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അച്ഛന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച് നാട്ടിലേക്ക് അയച്ചു തന്ന ഉപകാരം തന്നെ ധാരാളാ. ഗുരുദക്ഷിണയായിട്ട് രവീന്ദ്ര മാഷിനും കുടുംബത്തിനും. ഇത്രയും കാലമില്ലാതെ പെട്ടെന്നുണ്ടായ സ്നേഹത്തിനും സഹതാപത്തിനും വേറെന്തെങ്കിലും ദുരിദേശം ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് കൂടി പറയാനാ വന്നത്. ഇപ്പൊ മനസ്സിലാക്കണമല്ലോ ഞാൻ ആരാണെന്ന്.